ഏകദേശം ഞാൻ 18 പ്രോബ്ലംസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മോഡ്യൂളും കൂടെ ചേർത്തിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മോഡ്യൂൾ ഈ 18 പ്രോബ്ലം പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ പാർട്ട് എയിലെ ഏകദേശം ഒരു 20-30 മാർക്കിൽ ഒരു 20 ഉറപ്പായിട്ട് കിട്ടും. അപ്പോൾ അടുത്ത രണ്ടാമത്തെ അസൈൻമെൻ്റ് ആയിട്ട് ഞാൻ ഫസ്റ്റ് അസൈൻമെൻറ്റ് ഞാൻ ആൾറെഡി തന്നായിരുന്നു ഡെറിവേഷൻ്റെ ഫസ്റ്റ് മോഡ്യൂളിൻ്റെ. സെക്കൻഡ് അസൈൻമെൻ്റ് ആയിട്ട് തരാമെന്ന ഈ പ്രോബ്ലംസ് ആണ് അത്രയും. ഈ അപ്ലിയൊക്കെ എക്സാം ഉള്ളതുകൊണ്ടാണ് ഞാൻ കൂടുതൽ സ്ട്രെസ് ചെയ്യാത്തത്. ബാക്കിയുള്ളവർ ഈ എക്സാമൊക്കെ ഇല്ലാത്തവർ പെട്ടെന്ന് തന്നെ അത് അസൈൻമെൻ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യുക. ആൻഡ് ആൾസോ ഈ ഇപ്പം ഞാൻ അയച്ചുതന്ന സ്ലൈഡ്, ഈ പ്രോബ്ലം മാത്രമുള്ള ഈ സ്ലൈഡ് നിങ്ങൾ ബുക്കിൽ എഴുതിയത് ഫോട്ടോ എടുത്ത് അസൈൻമെൻ്റ് 2 ആയിട്ട് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് നോക്കാനുള്ളത് അടുത്ത 13ാമത്തെ പ്രോബ്ലം. ഇന്നലത്തെ പ്രോബ്ലത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. ഇന്നലെ നോക്കിയത് രാത്രി റിസർവോയർ എല്ലാ PPT ഞാൻ ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട്, നോക്കുക. ഇനി അത് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ വീഡിയോ എടുത്ത് നോക്കുക. ലിങ്ക് ഞാൻ അയച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത പ്രോബ്ലത്തിലോട്ട് പോവാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം, ഒന്നുകൂടെ വേണമെങ്കിൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അടുത്ത പ്രോബ്ലത്തിലോട്ട് പോവാം. ദ പ്രഷർ, ടെമ്പറേച്ചർ ആൻഡ് വെലോസിറ്റി ഓഫ് എയർ അറ്റ് ദ എൻട്രി ഓഫ് എ ഡിഫ്യൂസർ. ഡിഫ്യൂസറിൻ്റെ എൻട്രിയാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഡിഫ്യൂസർ അവർ തന്നെ തന്നിട്ടുണ്ട്. ഗാമ 1.4 CP 1005 കിലോ ജൂൾസ് പെർ കിലോഗ്രാം കെൽവിൻ തന്നിട്ടുണ്ട്. സോ ഡിഫ്യൂസർ ഐസെൻട്രോപിക് പ്രോസസ്സാണ് അതിനകത്ത്. അപ്പോൾ അതിന് എൻട്രിയാണ് പറഞ്ഞത്. ഡിഫ്യൂസറിന് നമുക്കറിയാം മാക് നമ്പർ. കൺവേർജൻ ഡിഫ്യൂസർ ആണെങ്കിൽ M > 1 ആണ് കൺവേർജൻ ഡിഫ്യൂസർ. ഡൈവർജൻ ആണെങ്കിൽ M < 1 ആണ് എടുക്കേണ്ടത് മാക് നമ്പർ. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഡിഫ്യൂസറിൻ്റെ ഫംഗ്ഷൻ എന്താണ്? പ്രഷറിനെ ഇൻക്രീസ് ചെയ്യുക, വെലോസിറ്റിയെ കുറയ്ക്കുക. വെലോസിറ്റി റെഡ്യൂസ് ചെയ്ത ശേഷം അറ്റ് ദ എക്സ്പെൻസ് ഓഫ് വെലോസിറ്റി ഇൻക്രീസ് ദ പ്രഷർ. ഓക്കെ, ദാറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഡിഫ്യൂസർ. സോ എൻട്രിയിൽ 0.7 ബാർ 345. അപ്പോൾ എക്സിറ്റിൽ എന്തായിരിക്കും? 0.7 കൂടുതലായിരിക്കും പ്രഷർ. ഹൈ പ്രഷറും ലോ വെലോസിറ്റി ആവും മാറും. അത് നമുക്ക് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. ഓക്കെ, സോ ഡിഫ്യൂസർ നോസിലാണെങ്കിൽ നേരെ തിരിച്ച് വരും. അപ്പം ഡിഫ്യൂസറിൻ്റെ എൻട്രിയുടെ P1 അറിയാം, P1 അറിയാം, C1 അറിയാം റെസ്പെക്റ്റീവ്ലി. എൻട്രി ഡയമീറ്റർ ഓഫ് ദ ഡിഫ്യൂസർ ആണ്. അപ്പോൾ ഏരിയ തന്നിട്ടുണ്ട്. എൻട്രി ഡയമീറ്റർ A1 = 15 സെൻറ്റിമീറ്റർ ഡയമീറ്റർ ആണ്. അപ്പം 5/4d² ഇട്ട് അത് കണ്ടുപിടിക്കുക. സെൻറ്റിമീറ്റർ മീറ്റർ ആക്കുക. അതേപോലെ എക്സിറ്റ് ഡയമീറ്റർ തന്നിട്ടുണ്ട്. സോ എന്തൊക്കെയാണ്? എക്സിറ്റ് പ്രഷർ കണ്ടുപിടിക്കണം, എക്സിറ്റ് വെലോസിറ്റി കണ്ടുപിടിക്കണം, ഫോഴ്സ് എക്സൈറ്റഡ് ഓൺ ദ ഡിഫ്യൂസർ വാൾസ്, ഗാമ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഗിവൻ ഡേറ്റ ചെയ്താൽ പ്രഷർ, ടെമ്പറേച്ചർ, വെലോസിറ്റി P1 T1 C1 തന്നത്. അപ്പോൾ ഇങ്ങനെ P1 T1 C1 തരാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് മാക് നമ്പർ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. M1 = C1/A1 ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡയമീറ്റർ D1 D2 വരാണെങ്കിൽ A1 A2 കണ്ടുപിടിക്കുക. ഏരിയ 5/4d² ഇട്ട് കണ്ടുപിടിക്കുക. സോ നമുക്ക് കണ്ടുപിടിക്കുക P2 C2 ആൻഡ് പുതിയൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഫോഴ്സ് എക്സൈറ്റഡ് ഓൺ ദ ഡിഫ്യൂസർ വാൾസ് വെച്ചിട്ടുണ്ട്. നോക്കാം എന്തിനാണ്. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് ഏരിയ, നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് മാക് നമ്പർ ആണ്. ഫസ്റ്റ് ഇതിൽ മാക് നമ്പർ തന്നിട്ടില്ല. ഇൻസ്റ്റെഡ് ഓഫ് മാക് നമ്പർ അവർ C1 തരും. C1 തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ മാക് നമ്പർ ഓഫ് ദ പർട്ടിക്കുലർ ഫ്ലൂയിഡ് ഫ്ലോ. സോ C1 തന്നിട്ടുണ്ട്. അപ്പോൾ M1 = C1/A1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. C1 നമുക്ക് തന്നിട്ട് 190. A1 നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുക? ഫോർമുലയിൽ √Γ T1 ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ നമുക്ക് വാല്യൂ ആണ് 0.51 എന്നിട്ട്. ഇനി ഗാമ 1.4 തന്നിട്ടുണ്ട്, മാക് നമ്പറും അറിയാം. സോ ഗ്യാസ് ടേബിളിലോട്ട് പോവുക. ഗാമ 1.4, മാക് നമ്പർ M1 = 0.51. ഗ്യാസ് ടേബിളിൽ നിന്ന് T/T0 P/P0 A1/A1* കണ്ടുപിടിക്കുക. സോ മാക് നമ്പർ M1 0.51 ആണ്, ഗാമ 1.4 ആണ്. അതിന് നേരെയുള്ള T/T0 P/P0. ഇവ നിങ്ങളെല്ലാവരും നേരത്തെ ജോയിൻ ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് വരികയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സിദ്ധാർത്ഥ എല്ലാം നേരത്തെ ജോയിൻ ചെയ്യണേ. ജയവിത്, സിദ്ധാർത്ഥ് ഇവരൊക്കെ നേരത്തെ ജോയിൻ ചെയ്യുന്നത് 8:45 കറക്റ്റ് ടൈമിന് ജോയിൻ ചെയ്യുക. ഇടയ്ക്ക് ഇത് ഡിസ്റ്റർബ് ആവില്ലേ ക്ലാസ്? ഓക്കെ, സോ നമ്മൾ മാക് നമ്പർ M1 0.51 ആൻഡ് ഗാമ 1.4 നേരെയുള്ള ഗ്യാസ് ടേബിളിൽ പോയിട്ട് T/T0 കണ്ടുപിടിക്കുക. കാര്യം എക്സിറ്റ് T/T0 വേണം, P/P0 വേണം, പ്രഷർ എക്സിറ്റ് വേണം, വെലോസിറ്റി വേണം, അതുകൊണ്ട് ടെമ്പറേച്ചർ വേണം. പിന്നെ ഏരിയ തന്നിട്ടുള്ളതുകൊണ്ട് A1/A1* കണ്ടുപിടിക്കുക. F1/F1* എന്ന് പുതിയൊരു വേർഡ് കൊണ്ടുവരണം. കാര്യം എന്താണ്? ഇതിൽ ഫോഴ്സ് എക്സേർട്ടഡ് എന്ന് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഗ്യാസ് ടേബിളിലോട്ട് പോകും. M= 0.51, ഗാമ 1.4. 1.51 × 10⁻⁴ 1 × 10⁻⁴ 1 × 10⁻⁴ 1 × 10⁻⁴ 1 × 10⁻⁴ 1 × 10⁻⁴ 1 × 10⁻⁴ 1 × 10⁻⁴ 1 × 10⁻⁴ 1 × 10⁻⁴ 1 × 10⁻⁴ 1 × 10⁻⁴ 1 × 10⁻⁴ 1 × 10⁻⁴ 1 × 10⁻⁴ 1 × 10⁻⁴ 1 × 10⁻⁴ 1 × 10⁻⁴ 1 × 10⁻⁴ 1 × 10⁻⁴ 1 × 10⁻⁴ 1 × 10⁻⁴ 1 × 10⁻⁴ 1 × 10⁻⁴ 1 × 10⁻⁴ 1 × 10⁻⁴ 1
സോ M1 is 0.51, ഗാമ 1.4. സോ ഗാമ 1.4 ഇവിടെ നോക്കുന്നു. കേൾക്കാവല്ലോ? എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടോ അതിൽ? ഇല്ല സാർ, കേൾക്കാം. അപ്പോൾ ഗാമ 1.4, M1 is 0.51 എടുക്കുക. സോ അതിന് നേരെയുള്ള നോക്കി T/T0 എടുക്കാം 0.951, അതേപോലെ രണ്ടാമത്തെ P/P0 0.837. A/A*. എന്തുകൊണ്ടാണ് A/A* എടുത്തത്? ക്വസ്റ്റ്യനിൽ ഏരിയ റിലേറ്റഡ് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും യൂസ് ആവും. സോ അതെടുത്ത് വെച്ചേക്കുക AN/A1*. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ആൾസോ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് F/F* എന്ന് പറഞ്ഞൊരു ഹോളുണ്ട്. അതിൽ ഫോഴ്സ് എക്സൈഡ് എന്ന് പറഞ്ഞ ക്വസ്റ്റിൽ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് 1.190 എടുത്ത് വെച്ചേക്കുക. ക്വസ്റ്റിൽ എന്തൊക്കെ ചോദിച്ചേക്കുന്നത് എല്ലാത്തിലും T/T0 P/P0 ഉറപ്പായിട്ട് എടുത്ത് വെച്ചേക്കുക. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഏരിയ അങ്ങനെ തരാണെങ്കിൽ ഏരിയ എടുക്കുക, ഫോഴ്സ് വല്ലതും റിലേറ്റഡ് തരാണെങ്കിൽ ഫോഴ്സും കൂടെ എടുക്കുക, അതിൻ്റെ M* ചോദിക്കുകയാണെങ്കിൽ അത് എഴുതുക. സോ ഇത്രയും കോളങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് ഉള്ളത് ഇതിൽ. ഇനി നമുക്ക് ഇതിലോട്ട് പോകാം. സോ ഇതെല്ലാം ഞാൻ എടുത്ത് അതിൽ എഴുതി. സോ ഇത് എഴുതിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഗ്യാസ് ടേബിളിൽ നിന്ന് എടുത്ത് എഴുതി. അതിൽ നമുക്ക് കണ്ടുപിടിക്കുക. T1 ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്, T0 ഫൈൻഡ് ഔട്ട് ചെയ്യുക. സിമിലർലി P1 തന്നിട്ടുണ്ട് ക്വസ്റ്റിൽ, ഫൈൻഡ് ഔട്ട് ദ P0 വാല്യൂ. ദെൻ അടുത്ത A1 ക്വസ്റ്റിൽ തന്നിട്ടില്ല, ബട്ട് ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഡയമീറ്റർ π/4d² വെച്ചിട്ട് D1 നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതിനുശേഷം ആ ഏരിയ എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? π/4d² / 1.321 കിട്ടുമ്പോൾ A1* കിട്ടും. ഞാൻ ആൾറെഡി പറഞ്ഞിട്ടുണ്ട് ഈ A1* എല്ലായിടത്തും ഈക്വൽ ആയിരിക്കും. A1*, A2* ഒക്കെ ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് A1* ഇവിടെ തന്നിട്ടുണ്ട്, അത് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. A1* A2* ഈക്വൽ ആണ്. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? എക്സിറ്റ് പ്രഷർ വേണം, എക്സിറ്റ് വെലോസിറ്റി വേണം, ഫോഴ്സ് വേണം. അപ്പോൾ മൂന്നും കണ്ടുപിടിക്കുക. അതേപോലെ A2 നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കുക. A2 എന്ന് പറഞ്ഞാൽ എന്താണ്? π/4d². ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് 35 സെന്റിമീറ്റർ. 0.35² × π/4 ചെയ്യുമ്പോൾ നമുക്ക് ഏരിയ 0.096 കിട്ടും. സിമിലർലി A1* കിട്ടും മുകളിലത്തെ ഇതിൽ നിന്ന്. അപ്പോൾ A1* പറയും, A2 അറിയാം. A1* A2* ഈക്വൽ ആണ്. അപ്പോൾ A2/A2* വെച്ചിട്ടാണ് നമ്മൾ എക്സിറ്റ് ടേബിളിലോട്ട് എൻട്രി ചെയ്യുന്നത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഇതിൽ എക്സിറ്റ് ടേബിളിലോട്ട് എൻട്രി ചെയ്യുന്നത് ഏരിയ റേഷ്യോ വെച്ചിട്ടാണ്. ഇതുവരെ നമ്മളത് നോക്കിയിട്ടില്ല. ഏരിയ റേഷ്യോ വെച്ചിട്ടാണ് അത് നോട്ട് ചെയ്ത് വെച്ചേക്കുക. നമ്മൾ ആദ്യത്തെ ഇതാണ് ഏരിയ റേഷ്യോ വെച്ചിട്ടുണ്ട്. ഡയമീറ്റർ D1 and D2 രണ്ടും തന്നിട്ടുണ്ട്. അതിൽ നിന്ന് A1* കണ്ടുപിടിക്കുക. A2/A2* എന്നുള്ള റേഷ്യോ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. എങ്ങനെ A2 കിട്ടി? ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് π/4d². എങ്ങനെ A* കിട്ടി? A1/A1* ഗ്യാസ് ടേബിളിൽ നിന്ന് എടുത്തു. അതിൽ A1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ A1* കിട്ടും. അപ്പോൾ A1* A2* എപ്പോഴും സ്റ്റാർ വാല്യൂസ് ഈക്വൽ ആണ്, A1* A2*. അപ്പോൾ അതിൽ നിന്ന് A2/A2* എന്നുള്ള വാല്യൂ നമ്മൾ ഡിവൈഡ് ചെയ്ത് ആ റേഷ്യോ ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്ത് 7.190. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് സെക്കൻഡ് തിങ് ഈസ് നോക്കുക. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഏത് ടൈപ്പ് ഓഫ് ഇതിലാണ് നിങ്ങൾ കൺഫ്യൂഷൻ ആകാൻ പോകുന്നത്. അത് നോട്ട് ചെയ്ത് വെക്കുക. ഇൻ ദിസ് പ്രോബ്ലം ഡയമീറ്റർ D2 D1 ആണ്. നോക്കി 35 ആണ് വലുത്, രണ്ടാമത്തെ ഡയമീറ്റർ ആണ് വലുത്. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് നോസിലായിരിക്കും ഇത്? കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുക. എന്തുകൊണ്ടാണ് കൺവേർജൻ്റ് ഡൈവേർജൻ്റ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മാക് നമ്പർ ഈ A2/A2* എന്നുള്ള വാല്യൂ ഗ്യാസ് ടേബിളിൽ 2 എണ്ണം ഉണ്ട്. ഒന്ന് മാക് നമ്പർ ലെസ് ദാനിലും കാണും, എടുത്ത് നോക്കുമ്പോൾ അറിയാം ഗ്രേറ്റർ ദാനിലും കാണും. സോ ഏതാണ് നിങ്ങൾക്ക് എടുക്കാനെന്നുള്ള കൺഫ്യൂഷൻ വരും. അപ്പം നിങ്ങൾ തെറ്റായിട്ട് എടുക്കാൻ പാടില്ല. മാക് നമ്പർ >1 ആണെങ്കിൽ എന്താണ്? കൺവേർജൻ്റ് നോസിലാണ്. മാക് നമ്പർ <1 ആണെങ്കിൽ ഡൈവേർജൻ്റ് നോസിലാണ്. സോ അത് എങ്ങനെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം? ഏരിയ വെച്ച് ഫൈൻഡ് ഔട്ട്. ഏരിയ എങ്ങനെയാണ് നമ്മൾ ഏരിയ പോകുന്നത്? അതിൽ നോർമലി ഇങ്ങനെ ഇരിക്കുന്ന ഇതാണ് നമ്മുടെ ഡിഫ്യൂസർ എന്ന് വയ്ക്കുക. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ എത്രയാണ്? ഇതിൽ മിനിമം ആണ്. അപ്പോൾ ഇത് എത്രയാണ്? 15 ആണ് തന്നിരിക്കുന്നത് ആദ്യത്തെ ഇതിൽ 35 ആണ് തന്നെ. അപ്പോൾ ഇത് ഏത് ടൈപ്പ് ഓഫ് ഡിഫ്യൂസർ ആയിരിക്കും? കൺവേർജൻ. സോ ഇതേപോലെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം ഡയമീറ്റർ ഇത് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് നമ്മൾ ഇത് ഐഡന്റിഫൈ ചെയ്ത ശേഷമാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ ഇതിൽ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ D2 ഡൈവേർജന്റ് അല്ലേ ഈ ടൈപ്പ്? ഡൈവേർജന്റ് ഞാൻ സൈഡിൽ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഏറ്റവും താഴെ നോക്കി D2 D1 or A2 A1 സിൻസ് ഇറ്റ് ഈസ് എ ഡൈവേർജന്റ് ടൈപ്പ് ഓഫ് ഡിഫ്യൂസർ ആണ്. ഓക്കെ. അപ്പോൾ ഡൈവേർജന്റ് ടൈപ്പ് ഓഫ് ഡിഫ്യൂസറിൽ മാക് നമ്പർ എപ്പോഴും എന്തായിരിക്കും? ലെസ് ദാൻ യൂണിറ്റി ആയിരിക്കും.
അപ്പം അതായത് നിങ്ങൾ A2/A2 ഗ്യാസ് ടേബിളിൽ പോയി നോക്കുമ്പോൾ മാക് നമ്പർ ഗ്രേറ്റർ ദാനിലും ലെസ് ദാനിലും ഈ രണ്ട് വാല്യൂസും കാണും. 7.18 എന്നുള്ളതിന് മാക് നമ്പർ ഗ്രേറ്റർ ദാനിലും കാണും, ലെസ് ദാനിലും കാണും. സോ നിങ്ങൾ എടുക്കാനുള്ള ഡൈവർജന്റ് എന്ന് ഉറപ്പായതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ലെസ് ദാൻ 1 പോയി എടുക്കുക. അതായത് എങ്ങനെ എടുക്കാം, A2/A2 അതായത് ഇവിടെയാണ് നോക്കാനുള്ളത്, മാക് നമ്പറിലല്ല. A2/A2 നമ്മുടെ വാല്യൂ എത്രയാണ്, 7.18. A2/A2 7. 7.18 ഇവിടെ കാണാം. A2/A2 7.18 അപ്രോക്സിമേറ്റ്ലി ലെസ് ദാൻ മാക് നമ്പർ 0.08 ആയിരിക്കും. കാര്യം 7.18 നമുക്കില്ല, നിയർലി ഉള്ള വാല്യൂ എടുക്കുക. 7.262 എന്ന് പറഞ്ഞൊരു വാല്യൂ ഇത് ഇവിടെ കിടപ്പുണ്ട്. ഗാമ 1.4 തന്നെ പോവുക, അതിലും ഇമ്പോർട്ടൻ്റ് ആണ്. ഗാമ 1.4, 1.3, 1.67 കൂടെ ഉണ്ട്. അപ്പൊ അത് നോക്കി ഗാമ 1.4 ആദ്യം സെലക്ട് ചെയ്യുക. അതിനുശേഷം ഏരിയ റേഷ്യോ മാക് നമ്പർ ലെസ് ദാൻ ആണോ ഗ്രേറ്റർ ദാൻ ആണോ നോക്കുക. അപ്പൊ ഈ 7.26 നേരെയുള്ള എല്ലാ വാല്യൂസും അങ്ങ് നിരപ്പി എഴുതുക. മാക് നമ്പർ എത്രയാണ്, 0.08 ആണ്. അപ്പൊ മാക് നമ്പർ 0.08 കിട്ടി. അതിന് നേരെയുള്ള പ്രഷർ റേഷ്യോ എത്ര, 0.995, ടെമ്പറേച്ചർ 0.998, പിന്നെ F/F* കൂടെ എടുത്ത് ചെയ്യുക. എത്ര ഏരിയ റേഷ്യോ തന്നിട്ടുള്ളതുകൊണ്ട് 5. യൂസ് ചെയ്യുകയാണെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, അത്ര എടുത്ത് എഴുതുക. അപ്പൊ ഞാൻ അതെല്ലാം എടുത്ത് എഴുതി. P2/P0, T2/T0, F2/F2 ഇത്രയും ഞാൻ എടുത്ത് എഴുതി. അപ്പൊ നമ്മൾ ആൾറെഡി P0 1 P0 ഒക്കെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതിന് നേരം P0 1 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് P2 കിട്ടും. T0 1 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ T2 കിട്ടും. സിമിലർലി F2 ഇൻ ടേംസ് ഓഫ് F2 എഴുതി വെച്ചേക്കുക. F2 = 5.753 F2 എന്ന് അങ്ങ് എഴുതി വെച്ചേക്കുക. അപ്പം എക്സിറ്റ് പ്രഷറായി, ആൻസറായി, എക്സിറ്റ് ടെമ്പറേച്ചറായി, അതേപോലെ മാക് നമ്പർ M2 C2/A2 അത് വെച്ചിട്ട്. അപ്പം നിങ്ങൾ A2/A2 മാക് നമ്പർ ലെസ് ദാനെ കണ്ടുപിടിക്കുക. ഗ്രേറ്റർ ദാനിലും 7 വാല്യൂ ഉണ്ട്, അത് എടുക്കരുത്, ലെസ് ദാനെ എടുക്കാവൂ. അതെങ്ങനെ ഫൈൻഡ് ഔട്ട്, അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തെറ്റിപ്പോവും. അപ്പൊ എക്സാമിന് മാർക്ക് കിട്ടത്തില്ല ഇത് വെച്ചിട്ട്. അപ്പം നിങ്ങൾ മെയിനായിട്ട് ഏരിയ ഗ്രേറ്റർ ദാൻ A2 ഗ്രേറ്റർ ദാൻ A1 എന്ന് ഉറപ്പിച്ച് ഡൈവർജന്റ് എന്ന് കണ്ടുപിടിച്ച് ഡൈവർജന്റ് ലെസ് ദാൻ ആണ്. സപ്പോസ് ഏരിയ ലെസ് ദാൻ ആണെങ്കിൽ, A2 ലെസ് ദാൻ A1 ആണെങ്കിൽ യു ഷുഡ് ഗോ ഫോർ എ ഗ്രേറ്റർ ദാൻ എ മാക് നമ്പർ. അങ്ങനെ വെച്ച് കണ്ടുപിടിക്കുക. അപ്പം നമുക്ക് കിട്ടി. അപ്പൊ എക്സിറ്റ് പ്രഷർ, എക്സിറ്റ് ടെമ്പറേച്ചർ ആയി. ഇനി അടുത്ത വേണ്ട ഫോഴ്സ് എക്സേർട്ടഡ്. അപ്പൊ ഫോഴ്സ് എക്സേർട്ടഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ F2 ഫോഴ്സ് എക്സേർട്ടഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് എക്സിറ്റ് ടു എൻട്രി, അതായത് അതിന്റെ ഡിഫ്യൂസ് എക്സേർട്ടഡ് ഓൺ ദ ഡിഫ്യൂസർ വാളിൽ ആക്ട് ആവുന്ന ഫോഴ്സ് ആണ്. അപ്പൊ അതിന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട്, ടൗസിൽ F2 - F1 എന്ന് പറഞ്ഞ ഫോർമുല. നിങ്ങളെടുത്ത് നോക്കിയറിയാം, വാൾ ഫോഴ്സ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ഒരു ഡെറിവേഷൻ നമ്മൾ പഠിച്ചായിരുന്നു. അപ്പൊ അതിലൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ച ടൗസിൽ F2 - F1 എന്ന് പറഞ്ഞു. F2 ആണ്, ടൗ എന്ന് പറഞ്ഞാൽ ഷിയർ ഫോഴ്സ് ആണ് അറ്റ് ദ വാൾസ്. അപ്പൊ ഇതിൽ എക്സിറ്റും എൻട്രിയും കൂടി നമ്മൾ മൈനസ് ചെയ്യണം, എന്നാലേ നമുക്ക് ഒറിജിനൽ ഫോഴ്സ് കിട്ടത്തുള്ളൂ. അപ്പൊ F2 - F1. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ആദ്യത്തെ ഇതിൽ നമ്മൾ ആൾറെഡി എൻട്രി കണ്ടീഷനിൽ നമ്മൾ F1 = 1.190 F1* എന്നൊരു ഫോർമുല കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. F1ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1.190 F1*. ഇപ്പോഴും രണ്ടാമതും F2ന് ഒരു വാല്യൂ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, 5.753 F2*. അപ്പൊ F1 F2 നമുക്ക് അറിയാം. അപ്പൊ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് F2 - F1 ആകുമ്പോൾ 5.753 F2* മൈനസ് ആദ്യം കണ്ടുപിടിച്ച 1.190 F1*. അപ്പൊ നമുക്കറിയാം ഈ ത്രോട്ടിൽ F1*, F2* ഈക്വൽ ആണെന്ന് അറിയാം നമുക്ക്. അപ്പം F1*, F2* ഈക്വൽ ആയതുകൊണ്ട് F1 F2 ഈക്വൽ. അപ്പൊ 5.75 കുറച്ചിട്ട് 4.563 F1* കിട്ടും ആയിട്ട് ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. ഇനി എന്താണ് ഈ F1*? F1* എന്ന് പറഞ്ഞാൽ നമ്മൾ വാൾ ഫോഴ്സ് ഫംഗ്ഷൻ ആണ്. ഫോഴ്സിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ P*, A*, 1 + ഗാമ M* എന്നൊരു ഡെറിവേഷൻ പഠിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഗ്യാസ് ടേബിളൊന്നും ഇല്ലാത്ത ഇക്വേഷനാണ്, അപ്പോൾ അത് പഠിച്ച് വെച്ചേക്കുക. ഡെറിവേഷൻ നമ്മൾ പഠിച്ചതാണ്, വാൾ ഫോഴ്സ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ഡെറിവേഷനിൽ. അപ്പോൾ എഫിന്റെ ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ P*, A* × 1 + ഗാമ M* ആണ്, M² ആണ്, 1 + ഗാമ M² ആണ്. അപ്പൊ ഇവിടെ M1 ആയതുകൊണ്ട് സ്റ്റാർ ആകുമ്പോൾ ത്രോട്ടിൽ ഇതാണ്, അപ്പൊ M1 ആണ്. 1 ആകുമ്പോൾ അതുപോലെ ഇതിലെ P* വാല്യൂ എന്താണ്, M = 1 ഗാമ 1.4 എന്നുള്ള ഗ്യാസ് ടേബിളിൽ പോയിട്ട് P0ന്റെ വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് P* കിട്ടും. അപ്പോൾ P* ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. A* ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1 + ഗാമ 1.4 കൊടുക്കുക. സോ ഇതിൽ ദി വാൾ ഫോഴ്സ് ഫംഗ്ഷൻ കിട്ടും.
ഈ ഫോഴ്സ് എക്സേർട്ടഡ് അടുത്ത ഒരു പുതിയൊരു സംഭവമാണ്, അത് പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ഡിഫ്യൂസർ ആണ്, അത് ഏത് ടൈപ്പ് ഓഫ് ഡിഫ്യൂസർ എന്ന് മനസ്സിലാക്കുക, എന്നാൽ മാത്രമേ നമുക്ക് മാക് നമ്പറും ബാക്കിയുള്ള കാര്യങ്ങളും കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. കൺവെർജന്റ് ആവാൻ ഡൈവർജന്റ് ആണെങ്കിൽ എം ലെസ് ദാൻ ഒന്നിൽ പോവുക, ഗ്രേറ്റർ ദാൻ ഒന്നാണെങ്കിൽ എം ഗ്രേറ്റർ ദാൻ ഒന്നാണെങ്കിൽ കൺവെർജന്റ് നോസിലായിരിക്കും. അപ്പം ഏരിയ അല്ലെങ്കിൽ ഡയമീറ്റർ വെച്ചിട്ടാണ് അതിനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. അതാണ് ആദ്യത്തെ ഈ പ്രോബ്ലത്തിൽ ഹൈലൈറ്റ്. രണ്ടാമത്തത് ഫോഴ്സ് എക്സേർട്ടഡ് കണ്ടുപിടിച്ചു, F1/F1 എങ്ങനെയാണ് കണ്ടുപിടിച്ചെന്നുള്ളത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ എക്സിറ്റ് ഏബിളിലോട്ട് എൻ്റർ ചെയ്യുന്നത് A2/A2 എന്നുള്ള വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ഇതുവരെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല, മാക് നമ്പർ അല്ലെങ്കിൽ പ്രഷർ റേഷ്യോ വെച്ചിട്ടാണ് എൻ്റർ ചെയ്തത്. പക്ഷേ ഇതിൽ A2/A2 എന്നുള്ള വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ഫസ്റ്റ് ഇതിൻ്റെ ഡിഫ്യൂസർ ടൈപ്പാണ്. ഇനി ഡിഫ്യൂസർ എന്ന് പറയും, പക്ഷെ താഴെ ഗാമയും തന്നിട്ടില്ലെങ്കിൽ ഗാമ 1.4 CP 1005 എന്ന് എടുക്കുക. ഈ ഒന്ന് നല്ല സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എടുക്കുക, ഇല്ലെങ്കിൽ ഗാമ 1.4 287 ആയിട്ട് എടുക്കുക. അപ്പം ഇതിൽ മെയിനായിട്ട് ഒന്നുകൂടെ പറയാം, ഇതിൽ മെയിനായിട്ട് നമ്മൾ ചെയ്യാനുള്ളത് A2/A2 വെച്ചിട്ടാണ് നമ്മൾ സെക്കൻഡ് ടേബിളിലോട്ട് എൻ്റർ ചെയ്യുന്നത്. പിന്നെ ഫോഴ്സ് എക്സേർട്ടഡ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. മൂന്നാമത് എൻ്റർ ചെയ്യുമ്പോൾ മാക് നമ്പർ ലെസ് ദാൻ ആണോ ഗ്രേറ്റർ ദാൻ ആണോ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ടുള്ള മെത്തേഡും മാക് നമ്പർ ലെസ് ദാൻ ആണോ, അത് മാറിപ്പോയെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തില്ല പ്രോബ്ലത്തിൽ. അപ്പോൾ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കുക. ഇതിൽ ഈ പ്രോബ്ലത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇതേപോലെ ഈ ഫോമിൽ ഒന്ന് നോക്കി വെച്ചേക്കുക, ഷിയർ ഫോഴ്സ് ഓർ വാൾ ഫോഴ്സ് ഓർ ഷിയർ ഫോഴ്സ് ഫംഗ്ഷൻ എന്ന് പറയും. ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? Can I proceed next problem? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ആയി സപ്പോസ് ഉള്ളവർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയോ അല്ല എന്നെ വിളിച്ചു ചോദിക്കുകയോ ചെയ്യുക. PPT നോക്കുക, ഇപ്പം ഇതൊന്നുകൂടെ വേണമെങ്കിൽ വീഡിയോ നോക്കുക. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് പോകാം. ഗ്യാസ് ടേബിളിൽ നോക്കുക, രണ്ട് വാല്യൂസ് ഒക്കെ ഉണ്ടാ, ഞാൻ പറയുന്നതൊക്കെ നോട്ട് ചെയ്തിട്ട് അത് ഉണ്ടാകുന്ന ഗ്യാസ് ടേബിളിലൂടെ ചെക്ക് ചെയ്യുക. നിങ്ങൾ ഗ്യാസ് ടേബിൾ നോക്കി പഠിച്ചാൽ മാത്രമേ എക്സാമിന് അതൊരു ഇത് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എക്സാമിന് മൊത്തം ആ ഗ്യാസ് ടേബിൾ എടുത്ത് നോക്കുമ്പോൾ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പം ഗ്യാസ് ടേബിളിൽ ഞാൻ പറയുന്ന വാല്യൂസ് എല്ലാം കറക്റ്റായിട്ട് ആണോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കുക. അടുത്ത പ്രോബ്ലമാണ്. സോ ഈ എല്ലാ പ്രോബ്ലത്തിലും എന്തെങ്കിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണും. അപ്പോൾ അത് നിങ്ങളത് നോക്കി മനസ്സിലാക്കുക. അപ്പം ഇതത്രയും പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിക്ക് ഏത് പ്രോബ്ലം വന്നാലും ചെയ്യുന്ന രീതിയിൽ പാർട്ട് എ ഷുവറായിട്ട് കിട്ടും. വേറെ എക്സ്ട്രാ ടെക്സ്റ്റ് ബുക്ക് ഒന്നും റെഫർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കൂടുതൽ പ്രാക്ടീസ് പ്രോബ്ലം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് യാഹിയുടെ ടെക്സ്റ്റും എല്ലാം ഉണ്ട്. ഇതത്രയും ബേസിക്സ് ആണ്. ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ പ്രോബ്ലം ഒന്നും ഇട്ടിട്ടില്ല, എല്ലാത്തിലും ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തിയാണ് ഞാൻ ഇതിലിട്ടിരിക്കുന്നത്. അപ്പം അതനുസരിച്ച് വായിച്ച് മനസ്സിലാക്കിയ ശേഷം ഇതെല്ലാം പഠിച്ച ശേഷം വേറെ ടെക്സ്റ്റ് ബുക്കുകൾ റെഫർ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഇതായിരിക്കും. ഇപ്പം അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പ്രഷർ ടെമ്പറേച്ചർ വെലോസിറ്റി. ഈ പ്രഷർ ടെമ്പറേച്ചർ വെലോസിറ്റി എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മാക് നമ്പർ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അതാദ്യം നോട്ട് ചെയ്ത് വെച്ചേക്കുക. അത് ഞാൻ അന്നും പറഞ്ഞാണ്, പ്രഷർ ടെമ്പറേച്ചർ വെലോസിറ്റി എന്ന് പറയുകയാണെങ്കിൽ മാക് നമ്പർ നിങ്ങൾ കണ്ടുപിടിക്കാനുള്ളതാണ്. ഇനി നോക്കാം. പ്രഷർ ടെമ്പറേച്ചർ വെലോസിറ്റി ആയിട്ട് എൻട്രി ഓഫ് എ നോസിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. നോസിലിന്റെ എൻട്രി എന്ന് പറയുകയാണ്. അപ്പം 2 bar 145 330. ഓക്കെ, എക്സിറ്റ് പ്രഷർ തന്നിട്ടുണ്ട്. അപ്പോൾ എക്സിറ്റ് പ്രഷർ എന്ന് തന്നിട്ടുണ്ട്, എക്സിറ്റ് P2 തന്നിട്ടുണ്ട്. ഇനി എന്ത് ഷേപ്പ് ഓഫ് ദ നോസിൽ. അപ്പോൾ എന്താണ് ഈ ഷേപ്പ് ഓഫ് ദ നോസിൽ എന്ന് പറഞ്ഞാൽ ഈ ഐദർ ഇറ്റ് ഈസ് എ കൺവെർജന്റ് ആണോ ഓർ ഡൈവർജന്റ് ആണോ ഓർ കൺവെർജന്റ് ഡൈവർജന്റ്, ഇതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അടുത്ത രണ്ടാമത്തത് ഡിറ്റർമിൻ ദ ഐസെൻട്രോപിക് ഫ്ലോ ഓഫ് മാക് നമ്പർ അറ്റ് എൻട്രി എക്സിറ്റ് മാക് ആൻഡ് ഫ്ലോ റേറ്റ് മാക്സിമം ഫ്ലോ റേറ്റ്. അത് അവർ ചോദിച്ചിരിക്കുന്ന ഐസെൻട്രോപിക് ഫ്ലോ ആണ്. ഐസെൻട്രോപിക് ഫ്ലോ ആണ്, അതിന്റെ മാക് നമ്പർ M1 കണ്ടുപിടിക്കണം, എക്സിറ്റ് M2 കണ്ടുപിടിക്കണം, ഫ്ലോ റേറ്റ് മാസ് ഫ്ലോ റേറ്റ് ആണ് കണ്ടുപിടിക്കുന്നത്, സ്മോൾ m, ആൻഡ് മാക്സിമം മാസ് ഫ്ലോ റേറ്റ് Mmax കണ്ടുപിടിക്കും. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് തന്ന ഡേറ്റാസ് ആദ്യം എഴുതാം. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് പ്രഷർ ടെമ്പറേച്ചർ വെലോസിറ്റി ഓഫ് എയർ എന്നും പറയുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് രണ്ടാമതൊരു കൺക്ലൂഷൻ എത്താം. എയറിന്റെ എപ്പോഴും ഗാമ 1.4 R287 ആണ്. അപ്പം ഗാമയും CP ഞാൻ എഴുതി. ആറാണെങ്കിൽ R287 എഴുതുക. അടുത്ത പ്രഷർ ടെമ്പറേച്ചർ വെലോസിറ്റി, പ്രഷർ P1 T1 C1 അത് അതേപോലെ എഴുതി. പ്രഷർ 2 bar 2.5 C1 T1 കെൽവിൻ. പിന്നെ പ്രഷർ P2 തന്നിട്ടുണ്ട്.
1.5. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഷേപ്പ് ഓഫ് ദ നോസിൽ മാക് നമ്പർ M1 ആൻഡ് M2, മാസ് ഫ്ലോ റേറ്റ് M ആൻഡ് M max, മാക്സിമം മാസ് ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കുക. ഇനി നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പ്രഷർ ടെമ്പറേച്ചർ വെലോസിറ്റി തരികയാണെങ്കിൽ ഫസ്റ്റ് ആയിട്ട് ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് മാക് നമ്പർ M1. അപ്പോൾ M1ന് C1 അറിയാം 145, A1 എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ഗാമ T1, ഗാമ അറിയാം, R അറിയാം, T1 അറിയാം 330. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മാക് നമ്പർ കിട്ടും. മാക് നമ്പർ എത്ര കിട്ടി? നമുക്ക് 0.398 ആണ് കിട്ടിയത്. നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഷേപ്പ് ഓഫ് ദ നോസിലാണ്. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ ടെമ്പറേച്ചറും പ്രഷറും മാക് നമ്പറും കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാനുള്ളത് T1/T0 നമ്മൾ മാക് നമ്പർ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഐസെൻട്രോപിക് ടേബിളിൽ പോവുക. 0.398 അപ്രോക്സിമേറ്റ്ലി 0.4 അടുപ്പിച്ച് വരും. 398 കാണത്തില്ല. അപ്പം 0.398 ആയതുകൊണ്ട് 0.4 ആയിട്ട് ഞാൻ എടുത്തു. മാക് നമ്പർ 0.4 ആൻഡ് ഗാമ 1.4 നേരെയുള്ള ടെമ്പറേച്ചർ റേഷ്യോ, പ്രഷർ റേഷ്യോ, ഏരിയ റേഷ്യോ. ഏരിയ റേഷ്യോ എന്തിനാണ് നമ്മൾ ഇവിടെ എടുക്കുന്നതെന്ന് വെച്ചാൽ നോസിൽ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഏരിയ റേഷ്യോ എടുത്തേ പറ്റുള്ളൂ. എന്നാലേ നമുക്ക് കൺവെർജൻ ആണോ ഡൈവർജൻ ആണോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ T1/T0 B/, അപ്പം ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് T1 B1 ഈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. സോ ഫൈൻഡ് ഔട്ട് T0 ആൻഡ് P0. അത് കണ്ടുപിടിച്ച് വെച്ചേക്കുക. ഇനി അടുത്ത ഏരിയ റേഷ്യോ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചേക്കുക. അടുത്ത നെക്സ്റ്റ് ഇതിൽ വേറൊരു കാര്യം തന്നിട്ടുണ്ട്. പ്രഷർ അറ്റ് ദ എക്സിറ്റ് തന്നിട്ടുണ്ട് അല്ലേ? പ്രഷർ P2 തന്നിട്ടുണ്ട്. സിമിലർലി P02 നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാം. P01 P02 ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് എക്സിറ്റ് ടേബിളിലോട്ട് എങ്ങനെ എൻട്രി ചെയ്യാം എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ എക്സിറ്റ് ടേബിളിലോട്ട് എൻട്രി ചെയ്യാനായിട്ട് അവർ കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ ഏരിയ ഒക്കെ തന്നായിരുന്നു. ഡയമീറ്റർ D1 D2 എക്സിറ്റിൽ ഏതെങ്കിലും ഒരു സംഭവം തരും അവർ. അത് വെച്ചിട്ടാണ് നമ്മൾ എൻട്രി ചെയ്യാനുള്ളത്. അപ്പൊ ഇതിൽ എക്സിറ്റിലെ P2 ആണ് തന്നിരിക്കുന്നത്. P2 തന്നെ നമുക്ക് P01 P02 ഈക്വൽ ആണെന്ന് അറിയാം. അപ്പൊ ആ റേഷ്യോ ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യുക. P2/P02 എന്നുള്ള റേഷ്യോ. P2 നമുക്ക് ഇവിടെ എത്രയാണ് തന്നിരിക്കുന്നത്? 1.5 ബാർ. നമുക്ക് കിട്ടിയത് 2.23 ബാർ. അപ്പോൾ അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് P2/P02 0.673. 0.673. ഗാമ 1.4. ഓക്കെ. സോ നമുക്ക് ഇവിടെ ഈ ഏത് ഷേപ്പ് ഓഫ് നോസ് നമ്മളിപ്പോൾ ഇതിൽ P2/P02 എവിടെ പോയി നോക്കണം എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. മാക് നമ്പർ M1 എവിടെ നിന്ന് നോക്കണമെന്നാണ്. അപ്പം നമ്മൾ നോക്കാം. നോസിൽ ഈസ് എ കൺവേർജൻ ബിക്കോസ് ഇറ്റ് ഈസ് എ മാക് നമ്പർ ലെസ് ദാൻ 1 ആണ്. നമ്മൾ ആദ്യത്തെ മാക് നമ്പർ കണ്ടുപിടിച്ച് നോക്കി. M1 = C1/A1. ഇറ്റ് ഈസ് 0.398 ആണ്. അപ്പോൾ ഇത് ഏത് നോസിൽ നമുക്ക് ആദ്യമേ അതിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. മാക് നമ്പർ ലെസ് ദാൻ 1 ആണെങ്കിൽ അറ്റ് ഈസ് എ കൺവേർജൻ നോസിലാണ്. നമ്മൾ ആൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട്. മാക് നമ്പർ ലെസ് ദാൻ 1 എന്നുള്ളതെല്ലാം കൺവേർജൻ നോസിലാണ്. മാക് നമ്പർ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ, അത് എൻട്രിയുടെ കേസാണ് ഞാൻ പറയുന്നത്. എൻട്രിയിൽ മാക് നമ്പർ ലെസ് ദാൻ 1 ആണെങ്കിൽ കൺവേർജൻ നോസിലാണ്, ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ഡൈവർജൻ നോസിൽ. അപ്പോൾ ലെസ് ദാൻ 1 ആണ് നമ്മൾ മാക് നമ്പർ ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഈ P2/P02 എന്നുള്ള വാല്യൂ 0.673 എന്നുള്ള വാല്യൂ ഗ്യാസ് ടേബിളിൽ 2 സ്ഥലത്ത് കാണും. ഒന്ന് മാക് നമ്പർ ഗ്രേറ്റർ ദാൻ 1 എന്നുള്ള സ്ഥലത്തും കാണും, മാക് നമ്പർ ലെസ് ദാൻ 1 എന്നുള്ള സ്ഥലത്തും കാണും. അപ്പം നമ്മൾ യു ഹാവ് ടു ചൂസ് ഓൺലി വിച്ച് മാക് നമ്പർ ലെസ് ദാൻ 1 എന്നുള്ള സ്ഥലത്ത് മാത്രമേ ചൂസ് ചെയ്യാവൂ. ഓക്കെ. അപ്പം മാക് നമ്പർ ലെസ് ദാൻ 1 എന്നുള്ള അടുത്ത് എവിടെ പോയി ചൂസ് ചെയ്യും? P2/P02 എന്നുള്ള റേഷ്യോ 0.673. അപ്രോക്സിമേറ്റ്ലി എത്രയാണോ ഗ്യാസ് ടേബിൾ നോക്കാം നമുക്ക്. P2/P02 0.673. ആയിരിക്കുന്നത്. P2/P02 0.673. ഇവിടെ നമുക്ക് 0.676 ആണുള്ളത്. 0.676 ആണുള്ളത്. അപ്പോൾ അതിന് നേരെയുള്ള മാക് നമ്പർ എത്രയാണ്? 0.77. എന്താ? അപ്പോൾ ഇതേ 0.676ന് നിങ്ങൾ വേറെ ഗ്യാസ് ടേബിൾ കുറച്ചുകൂടെ അങ്ങോട്ട് അപ്പുറത്തോ ഇപ്പുറത്തോ പോകുമ്പോൾ യു വിൽ ഗെറ്റ് 0.77 കൂടുതലുള്ളത് കാണും. മാക് നമ്പർ ഗ്രേറ്റർ ദാൻ 1 ഉള്ളത് കാണും. അപ്പോൾ അത് നിങ്ങൾ എടുക്കരുത്. അതാണ് ഇവിടെ പറയാൻ വരുന്നത്. അങ്ങനെ എടുത്തെങ്കിൽ നിങ്ങളുടെ മൊത്തം പ്രോബ്ലംസും തെറ്റും. അപ്പോൾ നിങ്ങൾ എടുക്കാനുള്ളത് 0.676 എന്നുള്ള മാക് നമ്പർ ലെസ് ദാൻ ആയിട്ടുള്ള. എന്തുകൊണ്ടാണ് ഈ ലെസ് ദാൻ എടുത്തത്? നമ്മൾ ആദ്യത്തെ മാക് നമ്പർ ഫൈൻഡ് ഔട്ട് ചെയ്തപ്പോൾ ഇത് ലെസ് ദാൻ 1 ആണ്. അപ്പോൾ നമുക്കറിയാം ഇത് കൺവേർജൻ്റ് ആണ്. അപ്പോൾ കൺവേർജൻ്റ് ആണെങ്കിൽ ഒരിക്കലും ഗ്രേറ്റർ ദാൻ ഉള്ള വാല്യൂ സെക്കൻഡിലും എടുക്കരുത്. അപ്പോൾ ഇതിൽ P2/P02 0.676 എന്നുള്ള വാല്യൂ മാക് നമ്പർ ലെസ് ദാൻ 1 എന്നുള്ള ഇടത്ത് നിന്ന് ചൂസ് ചെയ്യുക. ഗാമ 1.4. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. അത് ക്ലാസ് കഴിഞ്ഞ ശേഷം ആ ഗ്യാസ് ടേബിൾ എടുത്ത് നോക്കുക ഗ്രേറ്റർ ദാൻ ഉള്ള 1 ഉണ്ടാകുന്നു. അപ്പോൾ അതെവിടെ എന്തായാലും കാണും. 1, 2, 3 ഉള്ളതൊക്കെ കാണും. അപ്പോൾ അത് ചെക്ക് ചെയ്യുക. അപ്പോൾ അതില്ല. ഇപ്പോൾ നമ്മൾ എടുക്കാനുള്ള ലെസ് ദാൻ ഉള്ളത് എടുക്കുക. M2C 0.77. അതിൽ നിന്നുള്ള ടെമ്പറേച്ചർ റേഷ്യോ, പ്രഷർ റേഷ്യോ, ഏരിയ റേഷ്യോ ഫൈൻഡ് ഔട്ട് ചെയ്യുക. 0.77 നേരെയുള്ള ടെമ്പറേച്ചർ റേഷ്യോ ഇതായിരിക്കുന്നത് 0.894, 0.676,
1.052 അത് ഏരിയ റേഷ്യോ. അപ്പോൾ അത് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അപ്പോൾ അത് അത്രയും ഫൈൻഡ് ഔട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി വേണ്ടത് എന്താണ്? ഷേപ്പ് ഓഫ് ദ നോസിൽ കൺവെർജൻ്റ് ആണെന്ന് മനസ്സിലായി. ഡിറ്റർമിൻ ഐസോട്രോപിക് ഫ്ലോ, മാക് നമ്പർ എൻട്രി കണ്ടുപിടിച്ചു, എക്സിറ്റ് കണ്ടുപിടിച്ചു. ഇനി ഫൈൻഡ് ഔട്ട് ചെയ്യുക മാസ് ഫ്ലോ റേറ്റ് ആണ്. മാസ് ഫ്ലോ റേറ്റിന്റെ ഫോർമുല എന്താണ്? എം ഈസ് ഈക്വൽ ടു റോ എ സി ഓ റോ 1 A1 C1 റോ 2 A2. ഇതിൽ ഏതാണോ അവൈലബിൾ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. എല്ലാം ഈക്വൽ ആണ്. ഇപ്പൊ നമുക്ക് റോ 1 A1 C1 ആണ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതിടാം, റോ 2 A2 C2 ഉണ്ടെങ്കിൽ അതിടാം. അപ്പം എം ഇ സി അപ്പം നമുക്ക് ചോദിച്ചാൽ മാസ് ഫ്ലോ റേറ്റും ചോദിച്ചിട്ടുണ്ട്. ഏരിയ അറിയത്തില്ലെങ്കിൽ മാസ് പെർ യൂണിറ്റ് ഏരിയയിൽ ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. ഏരിയ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ M/A1 എന്നുള്ള ആ റേഷ്യോ ഫൈൻഡ് ഔട്ട് ചെയ്താൽ, അതായത് യൂണിറ്റ് ഏരിയക്ക് സ്ക്വയർ മീറ്റർ, കിലോഗ്രാം പെർ സ്ക്വയർ മീറ്റർ സ്ക്വയറിലാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പം M/A1 ഈസ് ഈക്വൽ ടു റോ 1 C1. ഏരിയ തന്നിട്ടുണ്ടെങ്കിൽ അത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, തന്നിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഇട്ടാൽ മതി. അപ്പം M/A1 ഇൻറ്റു റോ 1 C1. റോ 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൻസിറ്റി. P1/RT1 എന്നുള്ള വാല്യൂ. P1 നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് 2 ബാർ. അപ്പോൾ 2 × 10⁵ എന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. അതൊരിക്കലും തെറ്റിക്കരുത്. 2 ബാറിന് എഴുതിയെങ്കിൽ നിങ്ങൾക്ക് മൊത്തം ആൻസറും തെറ്റും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. P1 എപ്പോഴും മാസ് ഫ്ലോ റേറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ 2 × 10⁵ ഇടുക. വെലോസിറ്റി ഇൻ മീറ്റർ പെർ സെക്കൻഡ് 145 ഇടുക. R 287 ജൂൾസ് പെർ കിലോഗ്രാമിൽ ഇടുക. കിലോ ജൂൾസിൽ ഇട്ട് കളയിൽ 0.287 ഇട്ട് കളയിൽ 287 തന്നെ ഇടുക. ആൻഡ് ടെമ്പറേച്ചർ ഇൻ കെൽവിൻ 300 കെൽവിൻ. സോ ഇടുമ്പോൾ നമുക്ക് മാസ് ഫ്ലോ റേറ്റ് ഇത് കിട്ടും. അപ്പം യൂണിറ്റ് എഴുതുമ്പോൾ കിലോഗ്രാം പെർ സെക്കൻഡ് മീറ്റർ സ്ക്വയർ നമ്മൾ ഇടുക ഏരിയയുടെ. ഇതാണ് ഏരിയ മാസ് ഫ്ലോ റേറ്റ്. ഇനി മാക്സിമം മാസ് ഫ്ലോ റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ഞാൻ ഇന്നലെ ഒരു പ്രോബ്ലം എടുത്തായിരുന്നു. ഇത് നിങ്ങളുടെ ഗ്യാസ് ടേബിളിലുണ്ട്. ഗ്യാസ് ടേബിളിലെ പേജ് ഇക്വേഷൻ നമ്പർ 1.4 എടുത്ത് റെഫർ ചെയ്യുക. അതിൽ ഈ ഇക്വേഷനാണ് ഇട്ടേക്കുന്നത്. ആ ഇക്വേഷനിലെ വാല്യൂസ് ഇപ്പോൾ Mmax ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. ബാക്കി എല്ലാ വാല്യൂസും നമുക്ക് നോൺ വാല്യൂസ് ആയിരിക്കാം. T0 നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു, P0 ഫൈൻഡ് ഔട്ട് ചെയ്തു. A* തന്നിട്ടില്ലെങ്കിൽ M/A* തന്നെ ഇടുക. അത് അവിടെ താഴെ ഇട്ടേക്കുന്നത് Mmax/A*. A* അറിയത്തില്ല, വേണ്ട. യൂണിറ്റ് ഏരിയയ്ക്ക് കണ്ടുപിടിച്ചാൽ മതി. Mmax/A* കണ്ടുപിടിച്ചാൽ ആ ക്യാപിറ്റൽ R 287 ഗാമ 1.4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ മാക്സിമം മാസ് ഫ്ലോ റേറ്റ് കിട്ടും. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതിൽ മാസ് ഫ്ലോ റേറ്റ് നമ്മൾ നേരത്തെ ഒരുപാട് പ്രോബ്ലംസിൽ ചെയ്തിട്ടുണ്ട്. മാക്സിമം മാസ് ഫ്ലോ റേറ്റ് നിങ്ങൾ ഇക്വേഷൻ നമ്പർ 1.4 ഗ്യാസ് ടേബിൾ എടുത്ത് നോക്കുക. അതിൽ ഈ വാല്യൂ കാണും. അതെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കറക്റ്റ് അവസാനം അതിൻ്റെ ഇത് ഇടുക. കിലോഗ്രാം പെർ സെക്കൻഡ് മീറ്റർ സ്ക്വയർ എന്ന് ഇടുക. ഏരിയ സപ്പോസ് ഈസ് നോട്ട് ഗിവൺ എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ വിട്ടിട്ട് വരരുത്. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഗിവൺ റൈറ്റ് ഇറ്റ് ആസ് Max/A. അപ്പം കിലോഗ്രാം പെർ സെക്കൻഡ് മീറ്റർ സ്ക്വയർ, കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ ആയിട്ട് അങ്ങ് ഇടുക. യൂണിറ്റ് ഏരിയ കണ്ടുപിടിക്കുക. അസ്യൂം ഇറ്റ് ഈസ് 1 മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞുള്ള രീതിയിൽ ഇട്ടാൽ. ഓക്കെ. അപ്പോൾ ഇന്നത്തേക്ക് ഇത് 2 പ്രോബ്ലം എടുത്തതിന് ബാക്കിയുള്ള നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇനിയിപ്പോൾ എത്ര പ്രോബ്ലം ആയിരുന്നു? ഇനി 3 പ്രോബ്ലംസ് കൂടെ ഉണ്ടാകും നമുക്ക് അടുത്ത ക്ലാസ്. നാളെ 2 അവർ ഉണ്ടല്ലോ. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിൽ?